നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 23 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സോറിനെ കുറിച്ചുള്ള പ്രവാചകം. തർശീസ് കപ്പലുകളെ മുറയിടുവീൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനമില്ലാതെ വണ്ണവും അത് ശൂന്യമായിരിക്കുന്നു. കൃത്യം ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. സമുദ്രതീര നിവാസികളെ മിണ്ടാതെ ഇരിപ്പീൻ. സമുദ്രസഞ്ചാരം ചെയ്യുന്ന സീതോന്യ വർത്തകന്മാർ നിന്നെ പരിപൂർണമാക്കിയല്ലോ. വലിയ വെള്ളത്തിന്മേൽ സീഹോൻ പ്രദേശത്തെ കൃഷിയും നീലനദിയിങ്കലെ കൊയ്ത്തും അതിലാദായമായി വന്നു. ഞാൻ ജാതികളുടെ ചന്തയായിരുന്നു. സീദോനെ ലജ്ജിച്ചു കൊള്ളുക, എനിക്ക് നോവ് കിട്ടിയിട്ടില്ല, ഞാൻ പ്രസവിച്ചിട്ടില്ല, ബാലന്മാരെ ഊറ്റിയിട്ടില്ല, കന്യകമാരെ വളർത്തിയിട്ടുമില്ല എന്ന് സമുദ്ര ദുർഗം തന്നെ പറഞ്ഞിരിക്കുന്നു. സോറിന്റെ വർത്തമാനം മിസ്രയീമിലെത്തുമ്പോൾ അവർ ആ വർത്തമാനത്താൽ ഏറ്റവും വ്യസനിക്കും. തർശീസിലേക്ക് കടന്നു ചെല്ലുവീൻ, സമുദ്രതീര നിവാസികളെ മുറയിടുവീൻ. പുരാതനമായി പണ്ടേയുള്ള നിങ്ങളുടെ ഉല്ലസിത നഗരം ഇതാകുന്നുവോ? സ്വന്തകാൽ അതിനെ ദൂരത്ത് പ്രവാസം ചെയ്യുവാൻ വഹിച്ചു കൊണ്ടുപോകും. കിരീടം നൽകുന്നതും വർത്തകന്മാർ പ്രഭുക്കന്മാരും വ്യാപാരികൾ ഭൂമിയിലെ മഹാന്മാരുമായുള്ളതുമായ സോറിനെ കുറിച്ച് അത് നിർണയിച്ചത് ആര്? സകല മഹത്വത്തിന്റെയും ഗർവത്തെ അശുദ്ധമാക്കേണ്ടതിനും ഭൂമിയിലെ സകല മഹാന്മാരെയും അപമാനിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ അത് നിർണയിച്ചിരിക്കുന്നു. തർശീസ് പുത്രിയെ, ഇനി ബന്ധനമില്ലായകയാൽ നീ നീലനദി പോലെ നിന്റെ ദേശത്തെ കവിഞ്ഞൊഴുകുക. അവൻ സമുദ്രത്തിന്മേൽ കൈനീട്ടി രാജ്യങ്ങളെ നടുക്കിയിരിക്കുന്നു. യഹോവ കനാനെ കുറിച്ച് അതിന്റെ കോട്ടകളെ നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. ബലാത്കാരം അനുഭവിച്ച കന്യക സീദോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നുപോകാം, അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. ഇതാ കൽദയരുടെ ദേശം, ഈ ജനം ഇല്ലാതെയായി. അശൂർ അതിനെ മൃഗങ്ങൾക്കായി നിയമിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ കാവൽ മാളികകളെ പണിത് അതിലെ അരമനകളെ ഇടിച്ച് അതിനെ ശൂന്യകൂമ്പാരമാക്കിയിരിക്കുന്നു. തർശീസ് കപ്പലുകളെ മുറയിടുവീൻ, നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ. അന്നാളിൽ സോർ ഒരു രാജാവിന്റെ കാലത്തിനൊത്ത 70 സംവത്സരത്തേക്ക് മറന്നു കിടക്കും. 70 സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശ്യയുടെ പാട്ടുപോലെ സംഭവിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഓരോ ജാതിക്കും, പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ള, അതുപോലെ യഹോവയായ ദൈവത്തെ നിന്ദിച്ചിട്ടുള്ള, ദൈവത്തിൻ്റെ ധാർമ്മിക പ്രമാണങ്ങളെ അനുസരിക്കാതെ ജീവിക്കുന്ന ജാതികളെ സംബന്ധിച്ച് അവരുടെ ഭാവി എന്താകും എന്ന് പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്. അതെല്ലാം ഇസ്രായേൽ ദൈവജനം കേട്ട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആയിരുന്നു. ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സമ്പന്ന രാജ്യം ആണ് സോര്. സോർ രാജാവായ ഹീരാമാണ് ശലോമോന് ദേവാലയ നിർമ്മാണത്തിന് ദേവദാരുവും സർളമരവും ചന്ദനമരവും ഒക്കെ നൽകിയത് എന്ന് നാം വായിക്കുന്നുണ്ട്. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ കാഴ്ചവെച്ച് ദൈവത്തിന്റെ മുഖപ്രസാദം തേടുമെന്ന് 45-ാം സങ്കീർത്തനത്തിൽ ഉണ്ട്. തർശീസുമായി അവർക്ക് മെഡിറ്ററേനിയൻ കടലിൽ കപ്പൽ വഴി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം BC 8-ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലത്ത് അശൂരിന്റെ ആക്രമണ നിമിത്തം തകർന്നു എന്നാണ് 1-ാം വാക്യം. തർശീസ് കപ്പലുകളെ മുറയിടുവീൻ, ഒരു വീടും ശേഷിക്കാതെ വണ്ണവും പ്രവേശനമില്ലാതെ വണ്ണവും ശൂന്യമായിരിക്കുന്നു. കിത്തീം എന്ന കുപ്രോസ് ദ്വീപിൽ വെച്ചാണ് കപ്പൽക്കാര്
ഈ വാർത്ത കേൾക്കുന്നത് എന്നാണ് 2-ാം വാക്യം. സോറിന്റെ സമീപ രാജ്യങ്ങളും ഇതര സമുദ്രതീര രാജ്യങ്ങളും കപ്പൽ വഴിയുള്ള വ്യാപാരത്താലാണ് പെട്ടെന്ന് സമ്പന്നർ ആയത് എന്നും ഈജിപ്തിലെ ധാന്യങ്ങൾ ഇനി വിറ്റഴിക്കാൻ പറ്റാത്തതിനാൽ അവരും വിലപിക്കുമെന്നുമാണ് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6 മുതലുള്ള വാക്യങ്ങളിൽ വ്യാപാര ബന്ധം നഷ്ടപ്പെടുന്ന തർശീസിനുണ്ടാകുന്ന താഴ്ചയാണ് വിവരിക്കുന്നത്. തർശീസ് ധാന്യങ്ങൾക്ക് പകരം വെള്ളിയും ഇരുമ്പും തകരവും ഈയവുമാണ് കച്ചവടം നടത്തിയിരുന്നതെന്ന് എഹെസ്കേൽ വചനം 27:12 ഉണ്ട്. സമ്പത്ത് മൂലം സോര് മതോന്മത്തരായിരുന്നു. അക്കാര്യം യെശയ്യാപ്രവചനം 23:12 നമ്മൾ വായിക്കുന്നുണ്ട്. തന്റെ അത്ഭുത പ്രവൃത്തികളും അത്ഭുതങ്ങളും സോരിൽ നടന്നിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ പാപത്തെ സ്നേഹിക്കുന്ന മാനസാന്തരപ്പെടാത്ത ഇസ്രായേലിനെ ദൈവം സോരിനോടാണ് ഉപമിച്ചത്. അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടും പഠിച്ചില്ല എന്നാണ് യേശു പറഞ്ഞത്. അശൂര്യന്റെ ആക്രമണത്താൽ 70 വർഷത്തേക്കാണ് സോരിന് ഉന്മൂലനാശം ഉണ്ടാകുന്നതെന്നാണ് 15-ാം വാക്യത്തിൽ നാം കണ്ടത്. അത് BC 700 മുതൽ 630 വരെ ആകാം. അത് കഴിഞ്ഞ് സോറിന് സ്വാതന്ത്ര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും വേശ്യ പിന്നെയും വേശ്യാവൃത്തി തുടരും പോലെ പല രാജ്യങ്ങളുമായും വ്യാപാര ബന്ധം തുടരും എന്ന് പറഞ്ഞാണ് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സകല രാജ്യത്തോടും ദൈവത്തിന് ഏർപ്പാടുണ്ട്. കാരണം അവിടുന്നാണ് മനുഷ്യന്റെ സൃഷ്ടാവ്, ലോകത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവ്. അതുകൊണ്ട് സകലരുടെയും നിവാസത്തിന് അതിരുകൾ നിശ്ചയിച്ചിട്ടുള്ളത് ദൈവമാണ്. അഥേനയിലെ പൗലൂസിന്റെ പ്രസംഗത്തിൽ പൗലൂസ് അത് പറയുന്നുണ്ട്. അവനാണ് സകലർക്കും ജീവനും ശ്വാസവും നൽകുന്നതും ഓരോരുത്തരെവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്നതും. പക്ഷേ ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളെ പാലിക്കാനും സൃഷ്ടാവായ ദൈവത്തെ ഭയപ്പെടുവാനും തയ്യാറാകാതെ സൃഷ്ടിയെ ഭജിച്ചാൽ, അല്ലെങ്കിൽ ദുർനടപ്പിനെ, മ്ലേച്ഛതയെ സ്നേഹിച്ച് അഹങ്കാരികളും നിഗളിയുമായി ജീവിച്ചാൽ ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ദൈവം അവരെ ശിക്ഷിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സോര്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.